മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. മാട്ടുപ്പെട്ടി റോഡിൽ വഴിയോരക്കട തകർത്തു. RRT എത്തിയാണ് ആനയെ തുരത്തിയത്. മൂന്നാർ മേഖലയിൽ വനംവകുപ്പ് പ്രത്യേക ജാഗ്രത നൽകിയിട്ടുണ്ട്. മാട്ടുപ്പെട്ടിയിൽ വഴിയോരക്കട തകർത്തിരിക്കുന്നു പടയപ്പ. വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? റിജിത്ത്, പടയപ്പ കൂടുതൽ പ്രകോപിതനാണ്, മതപ്പാടിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അക്രമ സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ 7 മണിയോടുകൂടിയാണ് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഗഹാംസ് ലാൻഡിന് സമീപം വഴിയോരക്കട ആക്രമിച്ചത്. ഇന്നലെ വൈകിട്ട് 2 ബൈക്ക് യാത്രികരെയും പടയപ്പ ആക്രമിച്ചിരുന്നു. RRT എത്തി എന്തായാലും ആനയെ ഈ റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അധിക ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. RRTയുടെ നിരീക്ഷണം പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ ആനയുള്ള മേഖലയിലേക്ക് അനാവശ്യമായി പോകരുത് ഒരു കാരണവശാലും എന്നുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. എന്തായാലും പടയപ്പ കൂടുതൽ അക്രമ സ്വഭാവത്തിലേക്ക് പോകുന്നു, കൂടുതൽ അക്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും വനംവകുപ്പാണ് ഇതിൽ ഒരു പ്രതിവിധി കണ്ടെത്തേണ്ടത്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.